സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളുടെ കണ്ണുകൾ ഇന്നുവരെ കാണാത്തത് നിങ്ങളുടെ ജീവിതത്തിനു വേണ്ടി ദൈവം നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. സന്തോഷപ്രദമായ പരിശുദ്ധാത്മാവിൻ്റെ ഈ ഒരു നല്ല വാക്ക് കേട്ടുകൊണ്ടാണ് ഈ ദൂതിനു വേണ്ടി ദൈവം എന്നെ ഒരുക്കിയെടുത്തത്. ഞാൻ ആ ദൈവശബ്ദത്തിന് മുമ്പിൽ എൻ്റെ ഹൃദയം തുറന്ന് കർത്താവിനെ സ്തുതിക്കുകയും നിങ്ങളെ ശുശ്രൂഷിക്കാൻ പിന്നെയും ദൈവമുമ്പാകെ എന്നെ സമർപ്പിക്കുകയുമായിരുന്നു. ഒരു പ്രത്യേക കാര്യം ഞാൻ പറയട്ടെ. ഇന്നലെയൊക്കെ മഴ വളരെ ശക്തമായിരുന്നു. ഒരുപാട് പേര് എനിക്കിട്ട മെസ്സേജുകളിൽ, കമൻറ്റുകളിൽ ഞാൻ കണ്ടൊരു കാര്യമുണ്ട്, ഞങ്ങൾ പാസ്റ്ററെ ഓർത്ത് പ്രാർത്ഥിക്കുന്നുവെന്ന്. ദൈവമക്കളെ, നിങ്ങൾക്കറിയാവോ, ലോകത്തിൻ്റെ ഏതൊക്കെയോ കോണുകളിലിരുന്ന് നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനാ നേരങ്ങളിൽ നിങ്ങൾ എൻ്റെ പേര് പറയുന്നത് എനിക്ക് ഈ ഭൂമിയിൽ കിട്ടുന്ന ഏറ്റവും വലിയ സൗഭാഗ്യമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ സ്വകാര്യമായ നിമിഷങ്ങളിൽ ദൈവത്തോട് നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഒരാവശ്യമെന്ന പോലെ നിങ്ങളുടെ എൻ്റെ പേരും പറയാൻ കാണിക്കുന്ന വലിയ മനസ്സുണ്ടല്ലോ, അതിന് ഞാൻ നിങ്ങളോട് എന്നേക്കും കടപ്പെട്ടിരിക്കുകയാണ് കേട്ടോ. സത്യത്തിൽ നമ്മളെ ഓർത്ത് ഒരാൾ പ്രാർത്ഥിക്കുമ്പോൾ എവിടെ നിന്നോ ഒരു കൃപ വന്ന് നമ്മളിൽ നിറയുന്നൊരനുഭവം എനിക്ക് പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ എനിക്കത് വ്യക്തമാവുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവർ എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുന്നതാണ് അതിൻ്റെയൊക്കെ കാരണം. സത്യത്തിൽ ഓരോ ദിവസവും നിങ്ങളെ ശുശ്രൂഷിക്കാനുള്ള ബലം എനിക്ക് കിട്ടുന്നത് എന്നെ നിങ്ങൾ ഓർക്കുവാനും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമൊക്കെ മനസ്സ് വെക്കുന്നത് കൊണ്ട് തന്നെയാണ്. നന്ദി നന്ദി നന്ദി. കർത്താവ് നിങ്ങളെ ഒത്തിരി അനുഗ്രഹിക്കട്ടെ എന്ന് എൻ്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് ഞാൻ കാംക്ഷിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമേറിയ മഹാനാമത്തിൽ സന്തോഷപൂർവ്വം സ്നേഹവന്ദനം. ഇന്നലെ ഞാൻ ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞു, ഓർമ്മയുണ്ടല്ലോ അല്ലേ? പക്ഷേ ഇന്ന് ഞാൻ മറ്റൊരു കാര്യമാണ് അതിൽ തന്നെ നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത്. റോമാലേഖനം 9-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വാക്യം. അതുകൊണ്ട് ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. സിമ്പിളായിട്ട് ഇതൊന്ന് പറഞ്ഞിട്ട് നമുക്ക് ദൂതിലേക്ക് പോകാം. ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല. ഇച്ഛിക്കുക, അതിൻ്റെ അർത്ഥം എന്താണ്? ആഗ്രഹിക്കുക. അപ്പോൾ ഇച്ഛിക്കുന്നവനാരാണ്? ഏതൊക്കെയോ കാര്യങ്ങൾ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നവൻ. നമ്മളൊക്കെ ജീവിതത്തെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ ആഗ്രഹിക്കുന്നവരാണല്ലോ, അല്ലേ? അപ്പോൾ ഇത് ആ ആഗ്രഹിക്കുന്നവരെന്ന നിലയിൽ നമ്മളിവിടെ വന്നിരിക്കുന്നുണ്ട്. എന്നാൽ ആഗ്രഹം കൊണ്ട് മാത്രം മതിയാകുമോ? പോരാ, പരിശ്രമിക്കുകയും കൂടെ വേണം. ആ പരിശ്രമം എന്ന് പറയുന്ന വാക്കിന് ഇവിടെ കൊടുത്തേക്കുന്ന പദം ഓടുക എന്നതാണ്. അപ്പോൾ ആഗ്രഹിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല. അതിൻ്റെ അർത്ഥം എന്താ? ആ കാര്യത്തിനോട്, ആഗ്രഹിക്കുന്ന കാര്യത്തിന് വേണ്ടി ഏറ്റവും ശക്തമായി പരിശ്രമിക്കുന്ന വ്യക്തി, അവനാണ് ഓടുന്നവൻ. അപ്പോൾ നമ്മുടെ ഒരു ജീവിത അഭിലാഷത്തിന് വേണ്ടി, നമ്മുടെ ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ ആഗ്രഹത്തോടുകൂടെ ഓടുന്ന ഒരു സാഹചര്യത്തിൽ അത് കിട്ടുമോ ഇല്ലയോ എന്നൊരു ചോദ്യം അതിന് മുമ്പിലുണ്ട്. എന്നാൽ ആഗ്രഹം കൊണ്ടും ഓട്ടം കൊണ്ടും പരിശ്രമം കൊണ്ടും കാര്യങ്ങൾ തീരുന്നില്ല. അതിന് മറ്റൊരു വശം കൂടെ ഉണ്ട് എന്നാണ് ഇന്നത്തെ ദൂത് നമ്മളോട് പറയുന്നത്. അതെന്താണ്? കരുണ തോന്നുന്ന ദൈവം. ആമേൻ. നമ്മളോട് കരുണ തോന്നുന്ന ദൈവം നമ്മുടെ ജീവിതത്തിൽ ഉള്ളതുകൊണ്ട് സകലവും സാധിക്കും. ആമേൻ. ഇച്ഛിക്കുന്നവനാലുമല്ല, ഓടുന്നവനാലുമല്ല, കരുണ തോന്നുന്ന ദൈവത്താൽ അത്രേ സകലവും സാധിക്കുന്നത്. ദൈവ പൈതലേ, ഇന്ന് രാവിലെ നിൻ്റെ ആഗ്രഹവും നിൻ്റെ ആവശ്യവും, അതിൻ്റെ മേൽ നീ എത്ര തീവ്രമായിട്ട് ആഗ്രഹം വെക്കുന്ന ആളാണേലും, എത്ര കഠിനമായി അതിനുവേണ്ടി പരിശ്രമിക്കുന്ന ആളാണേലും, നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ കർത്താവിൻ്റെ കാരുണ്യം കൂടെ ഉണ്ടെന്നാണ് ഇന്ന് രാവിലെ പരിശുദ്ധ ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. ദൈവം എന്നോട് ഈ കാര്യത്തിൽ കരുണ കാട്ടിയിരിക്കുന്നു. അതുകൊണ്ട് ഞാൻ കർത്താവിനെ നന്ദിയോടെ ആരാധിക്കുന്നു. കരങ്ങളെ ഉയർത്തി നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിക്കാം. ആമേൻ. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് നോക്കുമ്പോൾ എല്ലാവരും പൊതുവെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ ഞാനാണ് പാസ്റ്ററെ കഷ്ടപ്പെടുന്നത്. കുടുംബത്തെക്കുറിച്ച് പറയുമ്പം എല്ലാം എൻ്റെ ചുമലിൽ തന്നെയാണ്. ഇനിയും കുറച്ചുകൂടെ കഷ്ടപ്പെട്ടാൽ മതിയല്ലോ, അല്ലെങ്കിൽ ഇനിയും കുറച്ച് കാലം കൂടെ ഓടിയാൽ മതിയല്ലോ, ഇനിയും എല്ലാം ഞാൻ തന്നെ ശരിയാക്കേണ്ടി വരും.
ഇങ്ങനെ ജീവിക്കുന്ന വ്യക്തികൾക്ക് ഒരിക്കലും വിശ്രമം എന്താണെന്നുള്ള കാര്യം അറിയത്തില്ല. അങ്ങനെ തൻ്റെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി, സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, സ്വന്തം കുടുംബത്തിന് വേണ്ടി ഏറ്റവും ശക്തമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നവരോടാണ് പരിശുദ്ധാത്മാവ് ഈ വചനം ഇന്ന് രാവിലെ പറയുന്നത്. നിങ്ങൾ തീവ്രമായി ആഗ്രഹിക്കുന്നത് കൊണ്ടോ അതിനുവേണ്ടി തീവ്രമായി പരിശ്രമിക്കുന്നത് കൊണ്ടോ അല്ല, മറിച്ച് നിങ്ങളുടെ ജീവിതത്തിൻ്റെ സകല കാര്യങ്ങളും നേടാനുള്ള മാർഗം ആഗ്രഹവും അതിനുവേണ്ടിയുള്ളതായ തീവ്രമായ പരിശ്രമവും മാത്രമാണ് എന്നുള്ള ധാരണ കുഞ്ഞെ നീ കളയണം. നിൻ്റെ ജീവിതത്തിൽ നിൻ്റെ അധ്വാനത്തെ നീ ദൈവമാക്കല്ല, നീ തിരുത്തണം. അതായത് നിൻ്റെ ജീവിതത്തിൽ സകലതും സാധ്യമാകുന്നതിൻ്റെ പുറകിൽ നിനക്ക് വേണ്ടി നീ പ്രാർത്ഥിക്കുന്നതിനും ആഗ്രഹിക്കുന്നതിനും മുന്നവേ തന്നെ എല്ലാം ഒരുക്കി വച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കരുണയുടെ ഒരു വലിയ പദ്ധതി ഉണ്ടെന്നാണ് പരിശുദ്ധാത്മാവ് ഇന്ന് രാവിലെ പറയുന്നത്. ഓ ഹല്ലേലൂയ! ഞാൻ ആഗ്രഹിക്കുന്നതിന് മുന്നവേ ചിലത് ഒരുക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ പരിശ്രമിക്കുന്നതിന് മുൻപേ നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തെ ദൈവം നിങ്ങളുടെ കരങ്ങളിൽ എത്തിക്കുവാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നു. അത് ഫിനാൻസ് ആകട്ടെ, പുതിയൊരു വീടാകട്ടെ, പുതിയൊരു ജോലിയാകട്ടെ, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ വിടുതലാകട്ടെ, അത് ഒരുക്കപ്പെട്ടിരിക്കുകയാണ്. ഇന്ന് രാവിലെ കരമുയർത്തി കർത്താവിനെ സ്തുതിക്കാം. ബൈബിൾ പറയുന്നു, ഇച്ഛിക്കുന്നവനാലുമല്ല. നമ്മൾ ആഗ്രഹിക്കുകയാണ്. നല്ലൊരു ജോലി വേണം, നല്ലൊരു കുടുംബം വേണം, മികച്ച ആരോഗ്യം വേണം, നല്ല ശുശ്രൂഷ വേണം, എനിക്ക് എൻ്റെ മേഖലയിലെല്ലാം ഒന്ന് വിജയിക്കാൻ പറ്റണം. ആഗ്രഹിക്കുന്ന ഒരിക്കലും തെറ്റല്ല, അത് വേണം കേട്ടോ. ദൈവം തൻ്റെ ഭക്തന്മാരുടെ ആഗ്രഹത്തെ സാധിപ്പിക്കുന്നവനുമാണ്. പക്ഷേ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ കാര്യവും ഇതുവരെ ലഭിച്ചിട്ടുണ്ടോ? ഇല്ല. ആഗ്രഹം ശക്തമാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ആഗ്രഹങ്ങൾക്ക് ശക്തിയുമുണ്ട്. അത് നമ്മളെ പരിശ്രമിക്കാൻ, അതിനുവേണ്ടി യത്നിക്കാൻ ഇറക്കി വിടും. ശക്തമായിട്ട് നീ പോയി നേട്, നീ അതിനുവേണ്ടി ഇറങ്ങി പുറപ്പെട്. ഇത് നമുക്ക് നൽകുന്നത് നമ്മുടെ ആഗ്രഹങ്ങളാണ്. ഈ ലോകത്ത് ആഗ്രഹം ഭയങ്കരമായൊരു മോട്ടിവേഷനാണ് നമുക്ക് തരുന്നത്. അത് തരുന്ന ഇൻസ്പിറേഷൻ ഒന്നും വേറെ എവിടുന്നും കിട്ടില്ല. ഏറ്റവും പവർഫുള്ളായിരിക്കുന്ന ഉത്തേജന മരുന്ന് നമ്മുടെ ആഗ്രഹങ്ങൾ തന്നെയാണ്. എന്നാൽ ആഗ്രഹം കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും നടക്കുന്നില്ല. അപ്പോഴെന്ത് ചെയ്യും? ഓടാൻ തുടങ്ങും. ഇവിടെയാണ് ഒരുപാട് പേര് കുടുങ്ങിക്കിടക്കുന്നത്. ഞാൻ കൂടുതൽ ഓടിയാൽ എൻ്റെ കാര്യം നടക്കും, ഞാൻ കൂടുതൽ ആ കാര്യം ചെയ്താൽ, ഞാൻ മറ്റുള്ളവരെക്കാൾ കൂടുതൽ കഷ്ടപ്പെട്ടാൽ എൻ്റെ ജീവിതം കരുപിടിപ്പിക്കപ്പെടാം, അല്ലെങ്കിൽ ഇതുവരെ ഞാൻ ചെയ്തതൊന്നും പോരാ, ഇതിനപ്പുറം ഞാൻ ചെയ്തേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞ് വിശ്രമം പോലും വേണ്ടാന്ന് വെച്ചുള്ളതായ ഹാർഡ് വർക്കിലേക്ക് തിരിയുന്നു. എന്നാൽ പ്രിയപ്പെട്ടവരെ, ജീവിതം നമ്മളെ പഠിപ്പിക്കുന്നത് മറ്റൊന്നാണ്. ചിലർ കുറച്ചേ അധ്വാനിക്കുന്നുണ്ടെങ്കിലും അവർ ഉയരുന്നുണ്ട് കേട്ടോ. എന്നാൽ ലൈഫ് മുഴുവൻ അധ്വാനിച്ചിട്ടും ചിലർക്ക് പിന്നെയും കാത്തിരിക്കേണ്ടി വരുന്നുണ്ട്. ഇതൊരു യാഥാർത്ഥ്യം തന്നെയല്ലേ? എന്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്? നമ്മുടെ കഠിനാധ്വാനങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ നേടാനുള്ളൊരു വഴിയാകാം, പക്ഷേ അത് അനുഗ്രഹത്തിൻ്റെ ഉറവിടമല്ല. ഞാൻ ഒന്നുകൂടെ ആ വാക്ക് ആവർത്തിക്കട്ടെ. നമ്മുടെ കഠിനാധ്വാനങ്ങൾ നമ്മുടെ ആഗ്രഹങ്ങൾ നേടാനുള്ള ഒരു ഉപാധിയായേക്കാം, പക്ഷേ ജീവിതത്തിലെ ഐശ്വര്യത്തിൻ്റെ മൂലസ്ഥാനം അതല്ല. അല്ല. ഇവിടെയാണ് പൗലോസ്ലിഹ മൂന്നാമത്തെ സത്യം നമുക്ക് ഡിഫൈൻ ചെയ്തു തരുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് അഭിഷക്തനിലൂടെ സംസാരിക്കുകയാണ്. ദൈവ പൈതലേ, നിൻ്റെ ആഗ്രഹവും നിൻ്റെ അധ്വാനവും, എന്നാൽ അതിനേക്കാൾ വലുതായ മറ്റൊരു യാഥാർത്ഥ്യവും നീ കാണേണ്ടതായിട്ടുണ്ട്. ഇത് മൂന്നും കൂടെ സംഗമിക്കട്ടെ. എന്ത്? നിൻ്റെ ആഗ്രഹവും നിൻ്റെ അധ്വാനവും, അതിലുപരി നിന്നോട് കരുണ തോന്നുന്ന ദൈവം നിനക്ക് വേണ്ടി ചിലത് സാധ്യമാക്കി തരുന്നൊരു സാഹചര്യവും കൂടെ സമ്മേളിക്കുമ്പോൾ നിൻ്റെ ജീവിതം സ്വർഗ്ഗതുല്യമായി മാറും. അതായത് നിൻ്റെ ആഗ്രഹത്തെക്കാളും നിൻ്റെ അധ്വാനത്തെക്കാളും യാഥാർത്ഥ്യമായി മറ്റൊരു കാര്യം നിൽക്കുന്നു. അത് ദൈവത്തിൻ്റെ നിശ്ചയമാണ്. ആമേൻ. ഇതിന് താഴോട്ടുള്ളതായ വചനങ്ങളിൽ പൗലോസ്ലിഹായിലൂടെ കർത്താവ് സംസാരിക്കുന്നുണ്ട്. ആ ഒരു പാസേജ് നിങ്ങൾ വായിക്കണം. അത് വായിക്കുമ്പോൾ തൊട്ട് പുറകിലും പിന്നീടും വരുന്ന 4 വ്യക്തികളെക്കുറിച്ച്, മോശയെക്കുറിച്ച് പറയുന്നു, ഫറവോയെക്കുറിച്ച് പറയുന്നു, യാക്കോബിനെക്കുറിച്ച്, ഏശാവിനെക്കുറിച്ച്. എന്നിട്ടൊരു കാര്യം അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുകയാണ്. യാക്കോബ് ജനിക്കുന്നതിന് മുൻപേ, അയാൾ നല്ലതോ ചീത്തയോ ചെയ്യുന്നതിന് മുമ്പേ ഒരു തീരുമാനം അവൻ്റെ മേലുണ്ടായിരുന്നു. ആരുടെ തീരുമാനം? ദൈവത്തിൻ്റെ തീരുമാനം. അതിൻ്റെ അർത്ഥം എന്താ? ദൈവം നിൻ്റെ ജീവിതം നോക്കി, നിൻ്റെ പ്രകടനം മാത്രം നോക്കി ഒരു കഥ എഴുതുന്നവനല്ല. നിങ്ങളുടെ ഇപ്പോഴത്തെ പ്രോഗ്രസ് കാർഡിലെ റിപ്പോർട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് സൈക്കിൾ മേടിച്ച് തരുന്ന ഡാഡി അല്ല ദൈവം. ആമേൻ, ഹല്ലേലൂയ. നിങ്ങൾ ഇപ്പോഴായിരിക്കുന്ന സാഹചര്യത്തിൽ നിങ്ങൾ എത്തുന്നതിന് മുമ്പേ
നിങ്ങളുടെ ജീവിതത്തിൻ്റെ കഷ്ടപ്പാടുകളുടെയും ഓട്ടപ്പാച്ചിലുകളുടെയും പരാജയങ്ങളുടെയും എല്ലാം ആകത്തുക നിങ്ങൾ ഇപ്പോൾ ആയിത്തീരുന്നതിന് മുമ്പേ തിരിച്ചറിഞ്ഞവനും നിങ്ങൾക്ക് വേണ്ടി ഇന്നതിന്നത് ഒരുക്കി വെക്കണമെന്നുള്ള തൻ്റെ മുൻ പദ്ധതിയിൽ എല്ലാം ഭദ്രമായി നമുക്ക് വേണ്ടി തൻ്റെ വലിയ കരുണയാൽ അണിയിച്ചൊരുക്കി വെച്ചിരിക്കുന്നവനുമാണ് നമ്മുടെ കർത്താവ്. എത്ര സമാധാനമാണ് ഇന്ന് രാവിലെ നമുക്കുണ്ടാകുന്നത്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ വയ്യാത്തൊരു ദിവസമായിരിക്കാം, നിങ്ങൾക്ക് ഫോൺ എടുക്കാൻ പറ്റാത്തൊരു ദിവസമായിരിക്കാം, നിങ്ങളുടെ സാഹചര്യങ്ങളും റിസോഴ്സുകളും നിങ്ങളോട് വളരെ ഫൈറ്റ് ചെയ്യുന്നൊരു ദിവസമായിരിക്കാം. പക്ഷേ നാം ജനിക്കുന്നതിന് മുമ്പേ നമ്മുടെ മേൽ നടന്നൊരു തിരഞ്ഞെടുപ്പ് ഈ മണിക്കൂറുകളിൽ ചിലത് നമുക്ക് വേണ്ടി ഒരുക്കി സംവിധാനം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുന്നു, അത് നമ്മുടെ മേൽ ഇന്ന് പകൽ വെളിപ്പെടാൻ പോവുകയാണ്. ഓ ഹല്ലേലൂയ. അപ്പോൾ നമ്മുടെ കേരളീയ പശ്ചാത്തലത്തിൽ, ഭാരതീയ ചിന്തയിൽ നമ്മൾ വിധി എന്ന് പറയുന്നൊരു സാധനമുണ്ട്. വിധി ഇതെൻ്റെ വിധിയാണ്, അതെൻ്റെ വിധിയാണ് എന്ന് പറഞ്ഞ് പല കാര്യങ്ങളും വിധി എന്നും പറഞ്ഞ് പലരും അംഗീകരിക്കുകയും ചോദ്യം ചെയ്യാതെ പലതും കൈ നീട്ടി മേടിക്കുകയൊക്കെ ചെയ്യും. പക്ഷേ ഈ വിധിയുടെ ഒരു സങ്കല്പത്തിലേക്ക് കടക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും, നമ്മളൊന്നും ചെയ്യേണ്ടതില്ലേ? പക്ഷി പറക്കും, കർഷകൻ വിതയ്ക്കും, വിദ്യാർത്ഥി പഠിക്കും, അല്ലേ? ശുശ്രൂഷകർ പ്രസംഗിക്കും, നമ്മളും അധ്വാനിക്കും. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്. വിധി എന്ന് പറയുന്ന സാധനത്തെ അല്ല നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മുടെ ജീവിതത്തിൻ്റെ മേൽ വിധിക്കപ്പുറത്ത് വിധികർത്താവായൊരു ദൈവമുണ്ടെന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ആമേൻ. അതായത് നീ എന്തെല്ലാം ചെയ്താലും നിനക്ക് ഇതേ ആകാൻ പറ്റൂ എന്നുള്ള വിധിയുടെ ആ രീതികൾക്കപ്പുറത്ത് നിന്റെ സാഹചര്യം എന്തായാലും, നിന്റെ വിധി എന്തായാലും, എൻ്റെ പൈതലേ, എൻ്റെ കരുണയാൽ ഞാൻ നിന്നെ ഉയർത്തുമെന്ന് പറയുന്ന സ്നേഹനദിയായ അപ്പൻ്റെ ഇടപെടലാണ് നിന്റെ ജീവിതത്തിൽ നിൽക്കുന്നത്. അതാണ് വിധികർത്താവായ ദൈവം നിന്റെ അപ്പനായി മാറിയത് കൊണ്ടുള്ളതായ ഗുണം, അനുഗ്രഹം എന്ന് പറയുന്നത്. സോ നമ്മൾ വിധിയെയല്ല വിശ്വസിക്കുന്നത്, വിധിക്കപ്പുറം നമ്മളോട് കരുണ കാണിക്കുന്ന ദൈവത്തിലാണ് നമ്മൾ വിശ്വാസം അർപ്പിക്കുന്നത്. ഓ എൻ്റെ ദൈവമേ, അങ്ങേക്ക് നന്ദി. ഈ വാക്കുകൾ എത്ര പേർക്ക് മനസ്സിലാകുന്നുണ്ട് ഇന്ന് രാവിലെ? ഇതെൻ്റെ വിധിയാണ് എന്ന് പറഞ്ഞ് പലതും നീ ഇനി കൈപ്പായി കടിച്ചമർത്തേണ്ടതില്ല. പലതും നീ ഇനി ചോദ്യം ചെയ്യാതെ വാങ്ങി പാനം ചെയ്യേണ്ടതില്ല. പലതും നിഷേധിക്കാൻ മനസ്സുണ്ടായിട്ടും അതിന് കഴിയാതെ നീ പലതും കടിച്ചമർത്തുന്നതിൻ്റെ പുറകിൽ ഇതെൻ്റെ ജീവിതമാണ്, ഇതെൻ്റെ മേൽ വിധിച്ചതാണ് എന്ന നിലയിലുള്ള ആ കടുത്ത സമ്മർദ്ദത്തെ നോക്കിക്കൊണ്ട് പറ, ഇതിനപ്പുറം ഞാൻ പോകും. മരിച്ചതിനെ ജീവിപ്പിക്കാൻ കഴിയുന്ന, ചീഞ്ഞളിഞ്ഞു പോയതിനെയും സുന്ദരമുഖത്തോടുകൂടെ മടക്കി വരുത്താൻ കഴിയുന്ന ഏത് വിധികൾക്കും അപ്പുറത്ത്, ഏത് മരണവിധികൾക്കും അപ്പുറത്ത് ജീവൻ്റെ പരമോന്നത ശക്തി വെളിപ്പെടുത്തുന്ന നസ്രായനേശു എന്ന് പറയുന്ന ഒരാൾ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളാണ്. ആമേൻ, ഹല്ലേലൂയ. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരാളാണ്. ആ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ദൈവപൈതലേ, നിന്നെ സംബന്ധിച്ചിടത്തോളം നീ ദൈവത്തിൻ്റെ നിശ്ചയം ഉണ്ടാക്കാൻ വേണ്ടി ഓടേണ്ട ആളല്ല. നിൻ്റെ ഓട്ടത്തിന് അർത്ഥം നൽകുന്നത് ദൈവത്തിൻ്റെ നിശ്ചയമാണ്. അതായത് ഇത് ഫിക്സ് ചെയ്ത് വെച്ചേക്കുക, അതുകൊണ്ട് അങ്ങോട്ടേ നീ പോകാവൂ, അതല്ല. എൻ്റെ പൈതൽ ഇന്ന് എത്ര ഓടിയാലും, അവനെത്ര തളർന്നാലും അവന് വേണ്ടത് ഞാൻ സ്നേഹത്തോടുകൂടെ നൽകും. അത് വിധിയുടെ കയ്പിനാലോ അവൻ്റെ മേലുള്ളതായ തലവിധിയുടെ കഷ്ടതയുടെ കാഠിന്യതയാലോ ഒതുങ്ങിക്കൂടി പോകുന്ന ഒരു നരകതുല്യമായ ജീവിതത്തിനകത്ത് ഞാൻ അവനെ വലിച്ചഴയ്ക്കാൻ അനുവദിക്കാതെ കഷ്ടപ്പെടുന്ന എൻ്റെ പൈതലിനെ എൻ്റെ മാർവിൽ, എൻ്റെ കൈകളിൽ ഞാൻ വിശ്രമിപ്പിച്ച് തലോടി വാത്സല്യം നൽകി ഞാൻ അവനെ ഉയർത്തുമെന്നുള്ള സ്നേഹത്തിൻ്റെ തീരുമാനമാണ് ഇവിടെ കർത്താവ് നമ്മളോട് പറയുന്നത്. ഇന്ന് ഈ ദൈവിക സന്ദേശം കേൾക്കുന്ന ചിലർ വളരെ ക്ഷീണിച്ചിരിക്കുകയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പാസ്റ്റർ, ഇനി ഞാൻ എത്ര പരിശ്രമിക്കണം? ഇനി എത്ര കാലം കൊണ്ട് ഞാനിത് അനുഭവിക്കണം? എൻ്റെ ജീവിതത്തിൽ മാത്രം എന്താ ദൈവദാസനെ ഇങ്ങനെ വന്നുപോയേ? ഞാൻ ചെയ്തതൊന്നും രക്ഷപ്പെടുന്നില്ലല്ലോ, ഒന്നിലും ഞാൻ ഫലം കാണുന്നില്ലല്ലോ. കർത്താവിൻ്റെ കുഞ്ഞെ, നിന്നോട് ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് പറയുന്നു, നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിരിക്കുന്ന കരുണ നിറഞ്ഞ സമ്മാനങ്ങൾ നിൻ്റെ ഇന്നത്തെ പ്രകടനങ്ങളെക്കാൾ വലുതാണ്. നിൻ്റെ കണ്ണുകൾ ഇന്ന് ഈ നിമിഷം വരെ കാണാത്ത കാര്യങ്ങളും ദൈവത്തിൻ്റെ നിശ്ചയത്തിൽ നിനക്ക് വേണ്ടി ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നീ ഒന്നും വിട്ടുകളയരുത്. നിൻ്റെ ഈ നിമിഷം ദൈവത്തിൻ്റെ കരുണയിൽ കൂടുതലായി ആശ്രയിക്കുവാൻ നീ തയ്യാറാകുക. റോമാലേഖനം 9:16 നമ്മളോട് പറയുന്നത് അധ്വാനിക്കല്ലെന്നല്ല,
നിൻ്റെ അധ്വാനത്തെ നിൻ്റെ ജീവിതത്തിൻ്റെ ദൈവമാക്കല്ലെന്നാണ് പറയുന്നത്. രാത്രി ഉറങ്ങാൻ പോകുമ്പോൾ ഒരു കാര്യം ഇന്നു മുതൽ നിങ്ങൾ ഓർക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ അന്തിമ തീരുമാനം എൻ്റെ കൈകളിലായിരുന്നു എങ്കിൽ എൻ്റെ ആരോഗ്യം അധ്വാനിക്കാൻ എനിക്ക് ഇല്ലാതെ പോകുന്നൊരു ദിവസം ഞാൻ തകർന്നു പോയേനെ. പക്ഷേ അങ്ങനെയൊന്നും ഭയപ്പെടേണ്ട കാര്യമില്ല. കാരണം നാം നിൽക്കുന്നത് നമ്മുടെ ബലത്തിലല്ല, നാം പോകുന്നത് നമ്മുടെ കാലുകളുടെ കരുത്തിനാലല്ല, നാം ശക്തരാകുന്നത് നാം കഴിക്കുന്ന ആഹാരത്തിൻ്റെ കരുത്തിനാലല്ല. നമ്മുടെ ജീവിതം ദൈവത്തിൻ്റെ കരങ്ങളിൽ ഭദ്രമാണ്. അതിനാൽ ഇന്ന് രാവിലെ വീണ്ടും ധൈര്യത്തോടുകൂടി എഴുന്നേൽക്കുക. പ്രാർത്ഥനയോടും സമാധാനത്തോടും കൂടെ മാത്രം കഷ്ടപ്പെടുക. വലിയ പ്രതീക്ഷയോടും ആഗ്രഹത്തോടും കൂടെ പ്രാർത്ഥിക്കുക. മുൻപോട്ടേക്ക് വീണ്ടും പോവുക. പക്ഷേ ഇപ്രാവശ്യം മുന്നോട്ടേക്ക് പോകേണ്ടത് എൻ്റെ ജീവിതം എന്തായി തീരുമോ എന്നുള്ളതായ ഒരു ആശങ്കയോടോ ഒരു പേടിയോടോ കൂടെ ആകരുത്. പകരം ദൈവം എൻ്റെ ജീവിതത്തെക്കുറിച്ചെടുത്ത ഉത്തമമായ തീരുമാനം ഇന്നത്തെ എൻ്റെ ഓട്ടത്തെക്കാളും അധ്വാനത്തെക്കാളും വലുതാണെന്നുള്ള ഉറപ്പോടുകൂടെ ധൈര്യപൂർവ്വം മുൻപോട്ടേക്ക് പോവുക. ഹല്ലേലൂയ. ഇന്നത്തെ ഈ ഒരു ജീവിതയാത്രയിൽ ഉറപ്പോടെ നിങ്ങളെ മുൻപോട്ട് നടത്തുന്ന യേശുവിൻ്റെ വലിയ കരം നിങ്ങളോട് കൂടെ നിൽക്കുന്നു. നിങ്ങളുടെ സാഹചര്യങ്ങളും നിങ്ങളുടെ കഷ്ടപ്പാടുകളും നിങ്ങളുടെ റിസോഴ്സുകളും നിങ്ങളുടെ ഇല്ലായ്മകളും നിങ്ങളുടെ ജയങ്ങളും നിങ്ങളുടെ തോൽവികളും ഇതെല്ലാം സമ്മിശ്രമായി നിൽക്കുന്ന ഈ ജീവിത സമയത്തിൽ തന്നെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നീ കൂടുതൽ ആഗ്രഹിക്കുന്നതിനാലോ അതിനുവേണ്ടി കൂടുതലായി ഓടുന്നതിനാലോ ഒന്നുമല്ല, നിന്നോട് തോന്നുന്ന എൻ്റെ കരുണയാലാണ് നിൻ്റെ ജീവിതത്തിൽ ഇനിമേൽ സകലതും സാധിക്കാൻ പോകുന്നത്. ദൈവത്തിൻ്റെ കരുണയാൽ എനിക്ക് ചിലതുണ്ടാകും. ദൈവത്തിൻ്റെ കരുണയാൽ എൻ്റെ കാര്യങ്ങൾ സാധിക്കും. ദൈവത്തിൻ്റെ കരുണയാൽ എൻ്റെ സ്വപ്നങ്ങൾ സഫലമാകും. ദൈവത്തിൻ്റെ കരുണയാൽ എൻ്റെ ആഗ്രഹങ്ങൾ പൂവണിയും. ദൈവത്തിൻ്റെ കരുണയാൽ എൻ്റെ തലമുറയുടെ ഭാവി ഞാൻ കാണും. ദൈവത്തിൻ്റെ കരുണയാൽ ഞാൻ കേട്ട വാഗ്ദത്തത്തിൽ ഞാൻ എത്തും. ദൈവത്തിൻ്റെ കരുണയാൽ എൻ്റെ പ്രാർത്ഥനകളെ തൊടുന്ന ദൈവത്തിൻ്റെ വിരലുകളെ ഞാൻ കാണും. താങ്ക് യു ജീസസ്. ദൈവത്തിൻ്റെ കരുണയാൽ ഞാൻ ഇനിയും ദൈവരാജ്യത്തിൽ പ്രയോജനപ്പെടും. ദൈവത്തിൻ്റെ കരുണയാൽ ഞാൻ ഇനിയും വലിയ കാര്യങ്ങൾക്കായി ദൈവത്താൽ ഉപയോഗിക്കപ്പെടും. വലിയ പ്രതീക്ഷകൾ ഇന്ന് രാവിലെ നിങ്ങളുടെ ജീവിതത്തിൽ നിറയട്ടെ. നമ്മുടെ സ്വപ്നത്തേക്കാൾ പകിട്ടുള്ളതൊന്നിനെ നാം കണ്ടിരിക്കുന്നു. നമ്മുടെ പരിശ്രമിക്കുന്ന നമ്മുടെ കൈകാലുകളുടെ ശക്തിയേക്കാൾ കരുത്തുള്ളതിനെ നമ്മൾ കണ്ടിരിക്കുന്നു. അത് നമ്മുടെ ആഗ്രഹങ്ങളെക്കാൾ മനോഹരവും നമ്മുടെ കൈകാലുകളെക്കാൾ ശക്തിയേറിയതുമായ ദൈവത്തിൻ്റെ സകലതും യാഥാർത്ഥ്യമാക്കുന്ന വലിയ കരുണയാണ് ഇന്ന് രാവിലെ നാം കണ്ടിരിക്കുന്നത്. ആ കരുണ നിങ്ങളുടെ മേൽ ചൊരിയപ്പെട്ടിരിക്കുന്നു. എനിക്ക് കരുണ തോന്നണമെന്നുള്ളവനോട് എനിക്ക് കരുണ തോന്നും. അതേപോലെ നിന്നോട് കർത്താവിന് കരുണ തോന്നിയിരിക്കുന്നു. ആമേൻ. പെരുവഴിയിലിരുന്ന കുരുടനും യാചകനുമായ മനുഷ്യനോട് കരുണ തോന്നിയ കർത്താവിന് ആ നാമം വിളിച്ച് പുറകെ നടക്കുന്ന നിങ്ങളോട് കരുണ തോന്നാതിരിക്കുമോ? ഒരിക്കലുമില്ല. ബൈബിൾ നമ്മളോട് ഇങ്ങനെ പറയുന്നു, അപ്പന് മക്കളോട് കരുണ തോന്നുന്നത് പോലെ യഹോവയ്ക്ക് തൻ്റെ ഭക്തന്മാരോട് കരുണ തോന്നുന്നു. ആ കൈ ഇങ്ങനെ നീട്ടിക്കേ, ഞാൻ ആ കയ്യിലൊന്ന് പിടിക്കട്ടെ. നമുക്ക് രണ്ടുപേർ കൂടെ ഒരുമിച്ചിരുന്ന് ചേരും പ്രാർത്ഥിക്കാം. അപ്പേ, എൻ്റെ ജീവിതത്തിൽ അങ്ങനെക്ക് നൽകിയ ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ ഈ സഹോദരങ്ങളെ ഞാൻ അങ്ങയുടെ കരത്തിൽ സമർപ്പിക്കുന്നു. ഇവരുടെ കരങ്ങളിൽ വിശ്വാസത്താൽ എൻ്റെ കരങ്ങളാൽ പിടിച്ചുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവർക്കിന്ന് രാവിലെ ഈ ജീവിതത്തിൻ്റെ പൂർണ്ണതയ്ക്ക് വേണ്ടത് അവിടുത്തെ പരമോന്നതമായ കരുണയുടെ വിശാലതയ്ക്കകത്ത് നിന്നുകൊണ്ട് ഏറ്റവും സവിസ്തരമായി തന്നെ ചെയ്തു നൽകി നിൻ്റെ മക്കളെ അപ്പ ആദരിക്കണമേ. ഇനി ഒന്നിനാലും എൻ്റെ പ്രിയപ്പെട്ടവരെ കണ്ണ് നിറയാതെ, ചങ്കുലയാതെ ഈ ദൂത് കേട്ടവർ തുള്ളിച്ചാടി നടക്കുന്ന ഒരു സന്തോഷ ഹൃദയത്തിലായി തീരുവാൻ ഞാൻ എൻ്റെ ബലവാനായ യേശുവിൻ്റെ സർവശക്തിയുള്ള ആ വലിയ മഹാനാമത്തിൽ അനുഗ്രഹങ്ങൾ പകർന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ഇവരുടെ ലൈഫിൽ ഏറ്റവും അനുഗ്രഹമാകും. തടസ്സപ്പെട്ട് കിടന്ന വഴികൾ തുറക്കപ്പെടുന്നതും ചിന്തിച്ചതിനേക്കാൾ വേഗതയിലും അനുഗ്രഹത്തിലും കാര്യങ്ങൾ ഭംഗിയായി നടക്കുന്നതും ഇന്ന് പകൽ അങ്ങയുടെ മക്കൾ കാണാൻ തുടങ്ങുന്നതിനായിട്ട് സ്തോത്രം. ഞങ്ങൾ റെസ്റ്റ് ചെയ്യുമ്പോഴും ദൈവത്തിൻ്റെ കരുണ ഞങ്ങൾക്ക് വേണ്ടി മികച്ചതൊരുക്കുന്നു. ഞങ്ങൾ ഒരു ദിവസം അധ്വാനിച്ചില്ലേലും എല്ലാം ഓക്കെയാണ്. ഞങ്ങൾ ഒരു ദിവസം ഓടിയില്ലേലും എല്ലാം സേഫാണ്. ഞങ്ങൾ വിധിയുടെ വിളയാട്ടത്തിലല്ല, ഏത് വിധികളെയും ഞങ്ങൾക്ക് അനുഗ്രഹമാക്കുന്ന
തന്നെ സ്നേഹിക്കുന്നവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന സ്നേഹനിധിയായ കരുണ നിറഞ്ഞവനായ ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായിൽ വളരെ അചഞ്ചലമായ ഹൃദയത്തോടുകൂടി വിശ്വാസങ്ങൾ അർപ്പിക്കുന്നു. ഇന്ന് രാവിലെ ഞങ്ങളുടെ മക്കളെല്ലാം ഇരട്ടി അനുഗ്രഹങ്ങളും ഒരുപാട് നന്മകളും പ്രാപിച്ചവരായി തിരുസന്നിധിയിൽ വിളങ്ങുമാറാകട്ടെ. യേശുവിൻ്റെ വലിയ നാമത്തിൽ തന്നെ ആമേൻ, ആമേൻ, ആമേൻ. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഞാൻ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും നിങ്ങളെ ശുശ്രൂഷിക്കുവാനും ഞാൻ ഇനിയും ആഗ്രഹിക്കുന്നു. ഞായറാഴ്ചയും വെള്ളിയാഴ്ചയുമായി കോട്ടയത്തും എറണാകുളത്തുമൊക്കെ നടക്കുന്ന നമ്മുടെ ശുശ്രൂഷകളിൽ നിങ്ങൾ ഇനിയും വരാതിരിക്കരുത്. കാരണം വൈകും തോറും നിങ്ങൾക്കാണ് അതിൻ്റെ നഷ്ടം. ഞാൻ ഓരോ മീറ്റിങ്ങിന് വേണ്ടി ശരിക്കും പ്രാർത്ഥിച്ചൊരുങ്ങി നല്ല ചാർജായിട്ട് തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങളും വന്നാൽ ആ ദൈവകൃപയുടെ പവറിനകത്ത് നമുക്ക് എല്ലാ കാര്യങ്ങളെയും കർത്താവിൻ്റെ സന്നിധി വെക്കാന്നേ. പലരും ശുശ്രൂഷയുടെ നടുവിൽ തന്നെ ഡെലിവറൻസ് പ്രാപിക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയൊരു സമയം പാഴാക്കലിന് വെയിറ്റ് ചെയ്യാതെ ഒരു നാഴിക മുമ്പേ ഓടി വരിക. ഈ കഷ്ടപ്പാടുകളുടെയും വേദനകളുടെയും നടുവിൽ നിന്ന് കർത്താവ് ഒരുക്കുന്ന അതിസമൃദ്ധമായ അനുഗ്രഹത്തിൻ്റെ വിശാലത ജീവിതത്തിൽ നമുക്കങ്ങ് പ്രാപിച്ചേക്കാം. ഓക്കെ, അപ്പോൾ ഞായറാഴ്ച രാവിലെ 8:30 വരാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കോട്ടയത്ത് വരിക. 8:30 മുതൽ 11:30 വരെയാണ് കോട്ടയത്തെ ആരാധന. കോട്ടയത്ത് ലോഗോസ് ജംഗ്ഷനിലുള്ള MK ടവറിൻ്റെ 7ാം നിലയിൽ പ്രധാനമന്ത്രി ജൻ ഔഷധി ഓർത്താൽ മതി. ഓക്കെ, ഇനി അതല്ല വൈകുന്നേരമാണ് താല്പര്യമെങ്കിൽ നേരെ എറണാകുളത്തേക്ക് പോകുന്നേരെ. എറണാകുളത്ത് ചിറ്റൂർ റോഡിലുള്ള YMCA ഹാളിൽ വൈകുന്നേരം 4 മണിക്കാണ് നമ്മുടെ ശുശ്രൂഷ നടക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഓർമ്മയിലിരിക്കട്ടെ. വെള്ളിയാഴ്ച ദിവസം വരാൻ സൗകര്യമെന്നുണ്ടെങ്കിൽ ഫ്രൈഡേ രാവിലെ 10:30 ശുശ്രൂഷ നടക്കുന്നത് കോട്ടയത്ത്. വെള്ളിയാഴ്ച രാവിലെ 10:00. പിന്നെ ഈ വരുന്ന ശനിയാഴ്ച ഒരു സ്പെഷ്യൽ ഡെലിവറൻസ് മീറ്റിംഗ് ഉണ്ട്. അത് 30 പേർക്കേ പ്രവേശനമുള്ളൂ. അതിൽ രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ. എന്തായാലും ഈ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഓർമ്മയിലിരിക്കട്ടെ. കർത്താവ് ഒത്തിരി നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും യേശു കർത്താവിൻ്റെ കൃപയും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും നിങ്ങളോട് കൂടെ തന്നെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ, ആമേൻ, ആമേൻ.